Hi all. In our previous class we discussed about non-specific and specific defense mechanism, isn't it? You have now understood the natural defense mechanism of the body. Now, is it possible to acquire immunity artificially? Then which are the methods? നമ്മുടെ ബോഡിയിൽ കാണുന്ന നാച്ചുറൽ ഡിഫെൻസ് മെക്കാനിസം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി ആർട്ടിഫിഷ്യൽ ഡിഫെൻസ് മെക്കാനിസം ഉണ്ടോ? നമുക്ക് ആർട്ടിഫിഷ്യലി ഇമ്മ്യൂണിറ്റി അക്വയർ ചെയ്യാൻ സാധിക്കുമോ? You already heard about immunization program, vaccination program, etc. like corona vaccines, etc. Isn't it? Then what is this vaccination, immunization, vaccines? So let us study all this. Not the doubt of this child. When the body itself has defense mechanisms to prevent pathogens, why do we take vaccines? That is, our body itself has many defense mechanisms for preventing the germs. We already studied about it. Then what is the need of vaccination? പാത്തജൻസിനെ തടയാന് നമ്മുടെ ശരീരത്തിൽ തന്നെ ഡിഫൻസ് മെക്കാനിസം ഉള്ളപ്പോൾ പിന്നെന്തിനാണ് വാക്സിനേഷൻ അല്ലെങ്കിൽ പ്രതിരോധ കുത്തിവെപ്പ്? ഡിഫൻസ് മെക്കാനിസംസ് ബിക്കം സ്ലോ വെൻ ജേംസ് എൻറ്റർ ദ ബോഡി. ദിസ് കോസസ് ദ സ്പ്രെഡ് ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ജേംസ്. Immunization is the artificial method to make the defense cells alert against the attack of pathogens. That is, when germs enter our body, defense mechanisms becomes very slow. As a result, germs multiply. To make the defense cells active, strong, immunization is necessary. Okay, so immunization is the artificial method used to make our defense cells active. പാത്തജൻസ് ശരീരത്തിൽ കയറിയാൽ ഡിഫൻസ് മെക്കാനിസം സ്ലോ ആകും. അത് കാരണം ഒരുപാട് ജേംസ് വന്ന് മൾട്ടിപ്ലൈ ചെയ്യും. പാത്തജൻസിൻ്റെ ആക്രമണം മുമ്പിൽ കണ്ട് നമ്മുടെ ഡിഫൻസ് സെൽസിനെ റെഡിയാക്കി നിർത്താനുള്ള ഒരു ആർട്ടിഫിഷ്യൽ മെത്തേഡാണ് ഇമ്മ്യൂണൈസേഷൻ. ഓക്കെ, പാത്തജൻസ് വരുന്നതിന് മുമ്പേ തന്നെ നമ്മുടെ ബോഡിയിലുള്ള ഡിഫൻസ് സെൽസിനെ റെഡിയാക്കി നിർത്താനുള്ള ആർട്ടിഫിഷ്യൽ മെത്തേഡാണ് ഇമ്മ്യൂണൈസേഷൻ ഓർ വാക്സിനേഷൻ മെത്തേഡ്. വാക്സിൻസ് ആർ ദ സബ്സ്റ്റൻസസ് യൂസ്ഡ് ഫോർ ആർട്ടിഫിഷ്യൽ ഇമ്മ്യൂണൈസേഷൻ. വാട്ട് ഈസ് വാക്സിൻ? They are the substances that is used for artificial immunization process. Any one of the components from alive or dead or neutralized germs, neutralized toxins or cellular part of the pathogen will be the component of vaccine. Then what is the component of vaccine or how vaccine is prepared? It is prepared by using alive or dead or neutralized germs, neutralized toxins or cellular parts of the pathogens. ജീവനുള്ള ജേംസ് അല്ലെങ്കിൽ ഡെഡ് ജേംസ് അല്ലെങ്കിൽ ന്യൂട്രലൈസ്ഡ് ജേംസ്, നിർവീര്യമാക്കപ്പെട്ട ജേംസ് എന്ന് പറയും. ഡിസീസ് കോസിങ് എബിലിറ്റി ഇല്ലാത്ത ജേംസ് അല്ലെങ്കിൽ ന്യൂട്രലൈസ്ഡ് ടോക്സിൻ, ദാറ്റ് മീൻസ് ഡിസീസ് കോസിങ് എബിലിറ്റി ഇല്ലാത്ത ടോക്സിൻ, അതിൻ്റെ ഡിസീസ് കോസിങ് എബിലിറ്റി റിമൂവ് ചെയ്തു. അല്ലെങ്കിൽ സെല്ലുലാർ പാർട്സ് ഓഫ് പാത്തജൻ, പാത്തജൻസിൻ്റെ സെല്ലിൻ്റെ പാർട്സ്, ഇതൊക്കെ യൂസ് ചെയ്താണ് വാക്സിന് പ്രിപ്പയർ ചെയ്യുന്നത്. These components act as antigens that stimulate the defense mechanism of the body. Antibodies are formed in the body against them. These antibodies are retained in the body which in future protect the body from the pathogen responsible for the same disease. വാക്സിൻസിലുള്ള കമ്പോണൻസ് ആൻറ്റിജൻസ് ആയി വർക്ക് ചെയ്യും. നമ്മുടെ ഡിഫൻസ് സിസ്റ്റം, ബോഡിയുടെ ഡിഫൻസ് സിസ്റ്റം ആക്റ്റീവ് ആകും. ഇത് കാരണം ബോഡി ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻറ്റിബോഡി എന്ന് പറയുന്നത് ജേംസുമായി ഫൈറ്റ് ചെയ്യുന്ന പ്രോട്ടീനാണ്. സോ ആൻറ്റിബോഡി നമ്മുടെ ശരീരത്തിൽ തന്നെ നിലനിൽക്കും. ഇതേ രോഗത്തിന് കാരണമായ ജേംസിൽ നിന്നും പിന്നീട് നമ്മുടെ ബോഡിയെ രക്ഷപ്പെടുത്തും. ഒരാൾക്ക് കൊറോണ വരുന്നതിന് മുമ്പേ തന്നെ കൊറോണ വാക്സിനേഷൻ എടുത്താൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. ഓക്കെ, സപ്പോസ് ഒരാൾ കൊറോണ വാക്സിനേഷൻ എടുത്തു. സോ അയാളുടെ ബോഡിയിൽ ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്തു. എന്തിനെതിരെയുള്ള ആൻറ്റിബോഡീസാണ്? കൊറോണ വൈറസിനെതിരെയുള്ള ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്തു. ആൻറ്റിബോഡീസ് അയാളുടെ ബോഡിയിൽ സൂക്ഷിച്ചു വെക്കും. ഇനി ഈ വാക്സിനേഷൻ എടുത്ത ആൾക്ക് ശരിക്കും കൊറോണ വൈറസ് അറ്റാക്ക് ചെയ്താൽ, അതായത് കൊറോണ വന്നാൽ ഇയാളുടെ ബോഡിയിൽ ഓൾറെഡി ഫോം ചെയ്ത ആൻറ്റിബോഡീസ് കൊറോണ വൈറസിനെ നശിപ്പിക്കും. സോ അയാളുടെ കേസിൽ കൊറോണ വന്നാൽ സീരിയസ് ആയി എഫക്റ്റ് ചെയ്യില്ല. അണ്ടർസ്റ്റുഡ് അബൌട്ട് ദ വർക്കിംഗ് ഓഫ് ആൻറ്റിബോഡീസ് ഓർ വാക്സിനേഷൻ? ദാറ്റ് ഈസ്, വാക്സിൻസ് ആർ ഇഞ്ചെക്റ്റഡ്. വാക്സിൻസ് ഇഞ്ചെക്റ്റ് ചെയ്തു. കമ്പോണൻസ് ഓഫ് വാക്സിൻസ് ആക്ട് ആസ് ആൻറ്റിജൻസ്. വാക്സിൻസിലുള്ള കമ്പോണൻസ് ആൻറ്റിജൻസായി ആക്ട് ചെയ്തു. ആൻറ്റിജൻസ് എന്ന് പറയുന്ന ജേംസായി ആക്ട് ചെയ്തു. ഡിഫൻസ് മെക്കാനിസം ഓഫ് ദ ബോഡി സ്റ്റിമുലേറ്റഡ്. നമ്മുടെ ബോഡി ഡിഫൻസ് മെക്കാനിസം ആക്റ്റീവായി മാറി. ബോഡി പ്രൊഡ്യൂസസ് ആൻറ്റിബോഡീസ് എഗെയിൻസ്റ്റ് ആൻറ്റിജൻസ്. ആൻറ്റിജൻസിനെതിരെ നമ്മുടെ ബോഡി ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്തു. ആൻറ്റിബോഡീസ് ആർ റീറ്റെയിൻഡ് ഇൻ ദ ബോഡി. ആൻറ്റിബോഡീസ് നമ്മുടെ ബോഡി സൂക്ഷിച്ചു വെക്കും.
ആൻറ്റിബോഡീസ് പ്രൊട്ടക്ട് ദ ബോഡി വെൻ ആക്ച്വൽ ഇൻഫെക്ഷൻ ഒക്യോസ്. ആക്ച്വൽ ഇൻഫെക്ഷൻ വന്നാൽ, അതായത് ശരിക്കും ഒരു വൈറസ് നമ്മുടെ ബോഡി അറ്റാക്ക് ചെയ്താൽ ഈ ആൻറ്റിബോഡീസ് ആ വൈറസിനെ ഡയറക്റ്റായി ഡിസ്ട്രോയ് ചെയ്യും ആൻഡ് പ്രൊട്ടക്ട് us ഫ്രം ദ അറ്റാക്ക് ഓഫ് പാത്തജൻ. Now let us find out who discovered vaccines and how. Okay, ആരാണ് വാക്സിൻസ് കണ്ടുപിടിച്ചത്, എങ്ങനെയാണ് കണ്ടുപിടിച്ചത്? So let us see. Edward Jenner, an English doctor, started immunization in 1978. So immunization or vaccination program start ചെയ്തത് എഡ്വാർഡ് ജെന്നർ ആണ്. In which year? In 1978. He observed that people affected by cowpox escaped from the attack of smallpox. കൗപോക്സ് വന്നവർക്ക് സ്മോൾ പോക്സ് അല്ലെങ്കിൽ വസൂരി രോഗം ബാധിക്കുന്നില്ല എന്ന കാര്യം അദ്ദേഹം നിരീക്ഷിച്ചു, അദ്ദേഹം ഒബ്സർവ് ചെയ്തു. ഓക്കെ, ദാറ്റ് മീൻസ് ദ പീപ്പിൾ എഫക്റ്റഡ് ബൈ കൗപോക്സ് എസ്കേപ്ഡ് ഫ്രം ദ അറ്റാക്ക് ഓഫ് സ്മോൾ പോക്സ്. ദെൻ വാട്ട് ഹി ഡിഡ്, collected pus from a cowpox patient, injected into the body of an 8-year-old boy. Boy was affected by cowpox. Then later he recovered. കൗപോക്സ് വന്ന ഒരാളിൽ നിന്നും പസ് കളക്ട് ചെയ്തു. ആ പസ് 8 വയസ്സുള്ള ഒരു കുട്ടിയിൽ അദ്ദേഹം കുത്തിവെച്ചു. ആ കുട്ടിക്ക് പിന്നീട് കൗപോക്സ് വന്നു, പിന്നീട് അസുഖം ഭേദമായി. ആഫ്റ്റർ 2 months, collected pus from a smallpox patient. This pus contained virus, okay, injected into the same boy. He was not affected by smallpox. 2 മാസത്തിന് ശേഷം ഒരു സ്മോൾ പോക്സ് പേഷ്യൻറ്റിൽ നിന്നും പസ് കളക്ട് ചെയ്തു. ഈ പസ് എന്ന് പറയുന്നത് അതിനകത്ത് വൈറസ് കാണാം, സ്മോൾ പോക്സിന് കാരണമായ വൈറസ് കാണാം. ഈ പസ് ഇതേ കുട്ടിയിൽ കുത്തിവെച്ചു, ഇഞ്ചെക്ട് ചെയ്തു. പക്ഷേ ആ കുട്ടിക്ക് സ്മോൾ പോക്സ് വന്നില്ല. വാട്ട് മൈറ്റ് ബി ദ റീസൺ? ഈ കുട്ടിയിൽ ആദ്യം ഇഞ്ചെക്ട് ചെയ്തത് കൗപോക്സ് വൈറസ് ആണ്, രണ്ടാമത് ഇഞ്ചെക്ട് ചെയ്തത് സ്മോൾ പോക്സ് വൈറസ് ആണ്. സോ ആദ്യം കൗപോക്സ് വൈറസ് ഇഞ്ചെക്ട് ചെയ്ത സമയത്ത് ഈ കുട്ടിയുടെ ബോഡി എന്തോ പ്രൊഡ്യൂസ് ചെയ്തു, അത് കാരണം രണ്ടാമത് സ്മോൾ പോക്സ് വൈറസ് ഇഞ്ചെക്ട് ചെയ്ത സമയത്ത് സ്മോൾ പോക്സ് വന്നില്ല. കാരണം കൗപോക്സ് വൈറസ് ഇഞ്ചെക്ട് ചെയ്തത് കാരണം ഈ കുട്ടിയുടെ ബോഡിയിൽ ആൻറ്റിബോഡി പ്രൊഡ്യൂസ് ചെയ്തു. ഈ ആൻറ്റിബോഡി സ്മോൾ പോക്സ് വൈറസിനെ പ്രിവെൻറ്റ് ചെയ്തു. ദാറ്റ് ഈസ് കൗപോക്സ് വൈറസ് ഹാസ് ദ എബിലിറ്റി ടു പ്രിവെൻറ്റ് സ്മോൾ പോക്സ് വൈറസ്. കൗപോക്സിൽ നിന്നുള്ള കമ്പോണൻസിന് സ്മോൾ പോക്സിനെ നിയന്ത്രിക്കാൻ സാധിച്ചു, അല്ലേ? ബേസ്ഡ് ഓൺ ദിസ് ഇൻഫർമേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റ് he discovered the first vaccine from cowpox virus. Okay, cowpox വൈറസിൽ നിന്നും ആദ്യത്തെ വാക്സിൻ നിർമ്മിച്ചു. The immunization programs got the name vaccination from the Latin word vaxa, which means cow, in the memory of cowpox experiments of Jenner. ലാറ്റിൻ വേർഡായ വാക്സ എന്ന വേർഡിൽ നിന്നാണ് വാക്സിനേഷൻ എന്ന വേർഡ് ഡിറൈവ് ചെയ്തത്. വാക്സ എന്ന് പറഞ്ഞാൽ കൗ ആണ്. സോ എന്തിനാണ് ഈ പേര് കൊടുത്തത്? ഇൻ മെമ്മറി ഓഫ് കൗപോക്സ് എക്സ്പെരിമെൻറ്റ്സ് കണ്ടക്റ്റഡ് ബൈ എഡ്വാർഡ് ജെന്നർ. എഡ്വാർഡ് ജെന്നർ കണ്ടക്ട് ചെയ്ത കൗപോക്സ് എക്സ്പെരിമെൻറ്റ്സിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയാണ് വാക്സ എന്ന വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്ത വാക്സിനേഷൻ എന്ന പേര് വന്നത്. ആൻഡ് ലേറ്റർ വാക്സിൻസ് ആർ ഡിസ്കവേർഡ് ഫോർ മെനി ഡിസീസസ്. പിന്നീട് ഒരുപാട് ഡിസീസസിനെതിരായി വാക്സിൻസ് കണ്ടുപിടിച്ചു. ലെറ്റ് us ഫൈൻഡ് ഔട്ട് വിച്ച് ആർ ദ വാക്സിൻസ്. BCG. BCG is against tuberculosis disease. Tuberculosis diseaseനെതിരെ കണ്ടുപിടിച്ച വാക്സിനാണ് BCG. OPV is the vaccine used against polio disease. Pentavalent is used against 5 diseases like diphtheria, pertussis, tetanus, hepatitis B, Haemophilus influenza type B. MMR is used against measles, mumps and rubella. TT is used against tetanus infection. So all these are different vaccines we are using to prevent all these diseases. Next, treatment, final defense. What will happen if no treatment is taken when infected with diseases? Disease വന്നാൽ നമ്മൾ നെക്സ്റ്റ് ട്രീറ്റ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. Treatment is the final defense, isn't it? Then which are the different methods of treatment that we depend on? Different types of treatment methods are Ayurveda, Siddha, Unani, Naturopathy, Homeopathy, Allopathy or modern medicine, etc. Ayurveda, India's own. So this is the treatment method emerged in India. Ayurveda is a famous method of treatment that has emerged from India. It is inevitable to live in harmony with nature to maintain an efficient and healthy body. In Ayurveda, plant and animal products are used as medicines. According to Ayurveda, they say that we have to live in harmony with nature. പ്രകൃതിയോട് യോജിച്ച് ജീവിച്ചാൽ മാത്രമേ നല്ല ആരോഗ്യം ഉണ്ടാവുള്ളൂ. So in Ayurveda, what all medicines are used?
മെഡിസിൻസ് ഫ്രം പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ആയുർവേദത്തിൽ മരുന്നായി ഉപയോഗിക്കുന്നത് പ്ലാന്റ്സും അനിമൽ പ്രോഡക്ട്സുമാണ്. In various parts of the world, methods of treatment have evolved in accordance with the lifestyle of the people, their culture, and available natural resources. And how these different types of treatment methods are evolved or formed based on the lifestyle of the people, their culture, and available natural resources. ജനങ്ങളുടെ ലൈഫ് സ്റ്റൈല്, സംസ്കാരം, അവിടെ നിന്നും കിട്ടുന്ന പ്രകൃതി വിഭവങ്ങൾ, ഇതൊക്കെ അനുസരിച്ചാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ഇവോൾവ് ചെയ്തത് അല്ലെങ്കിൽ ഫോം ചെയ്തത്. ഓക്കെ, സിദ്ധവൈദ്യ, പഞ്ചകർമ്മ, യുനാനി, നാച്ചുറോപ്പതി എക്സെട്ര ആർ ട്രഡീഷണൽ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് വിച്ച് ഹാവ് ഇവോൾവഡ് ലൈക്ക് ദിസ്. ഇതുപോലെ ഇവോൾവ് ചെയ്ത ഡിഫറെൻറ്റ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ്, ട്രഡീഷണൽ മെത്തേഡ്സ് ആണ് സിദ്ധവൈദ്യ, പഞ്ചകർമ്മ, യുനാനി, നാച്ചുറോപ്പതി എക്സെട്ര. Homeopathy is the method of treatment proposed by the German doctor Samuel Hahnemann. So who proposed homeopathy? Samuel Hahnemann. He was German doctor. Hippocrates paved the way for modern medicine. So who found this modern medicine? That is by Hippocrates. He began a treatment system that discarded superstitious beliefs and emphasized only on pathogens, diagnosis and medicines. Hippocrates started the modern medicine. എല്ലാ അന്ധവിശ്വാസങ്ങളെയും ഇല്ലാതാക്കി. ആൻഡ് ഹി ഗേവ് ഇമ്പോർട്ടൻസ് ടു വാട്ട്? പാത്തോജൻസ്, ഡയഗ്നോസിസ് ആൻഡ് മെഡിസിൻസ്. പാത്തോജൻസിനും അതിൻ്റെ ഡയഗ്നോസിസിനും മെഡിസിൻസിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ചികിത്സാ രീതിയാണ് മോഡേൺ മെഡിസിൻ. These are the diagnostic equipments that are used usually in modern medicine. Which are they? What is first one? Stethoscope, right? Second one, thermometer. And third one, sphygmomanometer. So what is the function of stethoscope? For checking our heartbeat. Heartbeat check ചെയ്യാൻ വേണ്ടിയാണ് stethoscope. And thermometer is used for checking our temperature. നമ്മുടെ body temperature check ചെയ്യാൻ വേണ്ടിയാണ് thermometer. Sphygmomanometer is used for checking our blood pressure. നമ്മുടെ blood pressure check ചെയ്യാനാണ് sphygmomanometer. Many other modern diagnostic tools are used nowadays. Let us see which are they. Okay, many modern diagnostic tools. First one, electroencephalogram or EEG. What is its use? To record electric waves in brain. That means ബ്രെയിനിലുള്ള ഇലക്ട്രിക് വേവ്സ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മോഡേൺ ഇൻസ്ട്രുമെൻ്റ് ആണ് EEG, ഇലക്ട്രോ എൻസെഫലോഗ്രാം. നെക്സ്റ്റ് വൺ, ഇലക്ട്രോ കാർഡിയോഗ്രാം ഓർ ECG. ടു റെക്കോർഡ് ഇലക്ട്രിക് വേവ്സ് ഇൻ ദ ഹാർട്ട് മസിൽ. ഹാർട്ടിൻ്റെ ഫങ്ഷനിങ് അല്ലെങ്കിൽ ഹാർട്ട് മസിലിൻ്റെ ഇലക്ട്രിക് വേവ്സ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മോഡേൺ ഇൻസ്ട്രുമെൻ്റ് ആണ് ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം. ആൻഡ് നെക്സ്റ്റ് വൺ, അൾട്രാസൗണ്ട് സ്കാനർ. ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചർ ഓഫ് ഇൻറ്റേർണൽ ഓർഗൻസ് യൂസിങ് അൾട്രാസോണിക് സൗണ്ട് വേവ്സ്. സോ അൾട്രാസൗണ്ട് സ്കാനർ ഈസ് യൂസ്ഡ് ഫോർ ചെക്കിംഗ് ദ ഇൻറ്റേർണൽ ഓർഗൻസ്. ഇൻറ്റേർണൽ ഓർഗൻസ് അനലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സ്കാനിങ് മെത്തേഡാണ് അൾട്രാസൗണ്ട് സ്കാനർ. ഇതിൽ യൂസ് ചെയ്യുന്നത് അൾട്രാസോണിക് സൗണ്ട് വേവ്സ് ആണ്. CT സ്കാനർ, കമ്പ്യൂട്ടഡ് ടോമോഗ്രാഫി സ്കാനർ. To get three-dimensional visuals of internal organs with the help of computer using X-rays. X-rays യൂസ് ചെയ്ത് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടു കൂടി നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ 3D ഇമേജ് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്കാനിങ് മെത്തേഡാണ് CT സ്കാനർ, കമ്പ്യൂട്ടഡ് ടോമോഗ്രാഫി സ്കാനർ. ആൻഡ് നെക്സ്റ്റ് വൺ, MRI സ്കാനർ, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് സ്കാനർ. ടു ഗെറ്റ് 3-dimensional visuals of internal organs. ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ 3D ഇമേജസ് കിട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്കാനിങ് മെത്തേഡാണ് MRI സ്കാനിങ്. ആൻഡ് മെനി ലബോറട്ടറി ടെസ്റ്റ് ആർ കണ്ടക്റ്റഡ് ടു ഡയഗ്നോസ് ദ ഡിസീസ്. ഓക്കെ, ദർ ആർ മെനി ലബോറട്ടറി ടെസ്റ്റ് യൂസ്ഡ് ഫോർ ഡയഗ്നോസിങ് ദ ഡിസീസ്. You can see one example here. This is complete blood count test, CBC test. This is used for getting the count of blood components. There are various areas of specialization in modern medicine. Which are they? First one, cardiology. So cardiology means it is the treatment of heart. And what about treatment of eye? It is called ophthalmology. Okay, cardiology എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഹാർട്ട് ആണ്. ഓഫ്താൽമോളജി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ഓഫ് ഐ. ന്യൂറോളജി മീൻസ് വാട്ട്? ട്രീറ്റ്മെൻറ്റ് ഓഫ് നെർവസ് സിസ്റ്റം, നെർവ്സ്, ബ്രെയിൻ എക്സെട്ര. ആൻഡ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് is called oncology. Okay, oncology is cancer treatment. And ENT means what? Treatment of ear, nose and throat.